എന്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്റെ ശവം കാണുമ്പോ നീയും നിന്റെ കാമുകനും പൊട്ടിക്കരയും. അപ്പോ ഞാൻ നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കും. എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കും. ഇല്ല ഇല്ല, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട. ഞാനൊരു ദുഷ്ടനാണ്, മഹാപാവിയാണ്. അത് ചേട്ടനെ കണ്ടപ്പോഴേ തോന്നി. അതുകൊണ്ടാണല്ലോ എന്റെ ഭാര്യ എന്നോടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ വേറെ ഒരുത്തരെ സ്നേഹിച്ചത്. അതിനായ ചേട്ടനോടൊന്ന് ആലോചിക്കായിരുന്നു. ആലോചിക്കാമായിരുന്നേ, ആലോചിക്കാമായിരുന്നേ. ഇനി ഞാൻ മരിക്കുന്നില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയാൻ ഈ ലോകത്ത് നീ ഒരുത്തനെങ്കിലും ഉണ്ടായല്ലോ. നീ വാ, എന്റെ വീട്ടിലേക്ക് വാ. അളിയാ, ഇതാണ് എന്റെ സ്വന്തം വീട്. ഇതാണോ? അളിയൻ പേടിക്കണമെന്നും വേണ്ട. അളിയൻ വാ. അളിയാ, വീഴരുതല്ലയാ. എന്നെ പിടിക്കണ്ട, എന്നെ പിടിക്കണ്ട. എനിക്ക് യാതൊരു കുഴപ്പമില്ല അളിയാ. അളിയാ, ഇതാണ് എന്റെ ഡൈനിങ് റൂം, ഡ്രോയിങ് റൂം. അത് ഡ്രോയിങ് റൂം. ഇത് എന്റെ സ്വന്തം ബെഡ്റൂം. മലയമ്മ ധൈര്യമായിട്ട് വാ അളിയാ, വാ. ഇത് എന്റെ സ്വന്തം ബെഡ്. ഇത് എന്റെ സ്വന്തം ഭാര്യ. ഇത് ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആരും ശല്യം ചെയ്യരുത്. നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നുറങ്ങാം. ഇതാണ് നമ്മുടെ റൂം. സാറല്ല, സ്വന്തം അളിയൻ. എന്നാ അളിയൻ കിടന്നുറങ്ങ. അത് പറ്റില്ല, അത് പറ്റില്ല. നീ എന്റെ ജീവൻ രക്ഷിച്ചവനാണ്, നീ എന്റെ ആത്മസുഹൃത്താണ്, നീ എന്റെ എല്ലാം എല്ലാമാണ്. നീ പോകരുത്, എന്നോടൊപ്പം കിടന്നുറങ്ങണം. ഞാൻ പോയിട്ട് നാളെ പോയിട്ട് നാളെ നീ വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ പോകുന്നതിന്റെ പുറകെ ഞാനും ആ കുളത്തിൽ ചാടി ആത്മഹത്യ. പോടാ. ഞാൻ തറയിൽ കിടക്കാം. എന്നെ കട്ടിൽ കിടക്കാം. വിടല്ലേ എന്നെ പിടിക്കാ. അളിയാ, ഒന്നളിയാ.